സോയ കഴിക്കുന്ന പുരുഷന്മാർ ഫെമിനിനാവും എന്ന മിത്ത് സത്യം എന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാർണിവോർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യർ ഇറച്ചി മാത്രം തിന്ന് ജീവിക്കേണ്ടതാണെന്നുള്ള യഥാർത്ഥ മിത്ത് പ്രചരിപ്പിക്കുന്ന ഈ കൂട്ടരാണ് ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ആധുനിക ശാസ്ത്രം സോയ മോഡറേറ്റ് ലെവലിൽ പുരുഷന്മാർ കഴിച്ചാൽ ഒരിക്കലും അവരുടെ ഹോർമോൺസിന് ഒരു മാറ്റവും വരുത്തില്ല എന്ന് തെളിയിച്ചിട്ടും ഇന്നും സോയ കഴിച്ചാൽ സ്ത്രീകളെപ്പോലെ ആയി മാറും എന്നുള്ള മിത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ചരിത്രപരമായി തന്നെ സോയ പുരുഷന്മാർ കഴിച്ചാൽ ഒരിക്കലും പുരുഷന്മാർ ഫെമിനിനായിട്ട് മാറില്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. 1000 വർഷത്തിലധികമായി ജപ്പാൻ ഡയറ്റിൽ സോയയാണ് പ്രധാന ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റിന് മിസോ സൂപ്പ്, ലഞ്ചിന് ടോഫു, സ്നാക്സ് ആയിട്ട് എഡമാമെ. മിസോ സൂപ്പും ടോഫുവും എഡമാമയുമെല്ലാം സോയ ഉപയോഗിച്ച് പാചകം ചെയ്ത ഭക്ഷണങ്ങളാണ്. അതായത് 1000 വർഷത്തിലേറെയായി ജപ്പാൻകാരുടെ ഓരോ ഭക്ഷണത്തിലും സോയ നിർബന്ധമായും ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റ് എന്താണ് പറയുന്നത്? സോയ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കും, സോയ കഴിച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെപ്പോലെ ബ്രസ്റ്റ് ടിഷ്യൂ വളരും, സോയ നിങ്ങളെ ഫെമിനിനാക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മിത്തിൻ്റെ എല്ലാം പിന്നിൽ കാർണിവോർ എന്ന് പറയുന്ന യഥാർത്ഥ മിത്ത്, അതായത് മനുഷ്യർ ഇറച്ചി മാത്രം തിന്ന് ജീവിക്കണമെന്ന് പ്രചരിപ്പിക്കുന്ന കൂട്ടരാണ് ഈ മിത്തിൻ്റെ പിന്നിൽ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഈ കാർണിവോർ എന്ന് പറയുന്ന മിത്ത് ഡയറ്റ് പ്രചരിപ്പിക്കുന്നവന്മാർ പറയുന്നത് സത്യമാണെങ്കിൽ ജപ്പാൻ എന്നുള്ള രാജ്യം ഇന്ന് എങ്ങനെ നിലനിൽക്കുമായിരുന്നു? ജപ്പാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോയ കഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. സോയ ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കും എന്നത് സത്യമാണെങ്കിൽ ജപ്പാനിലെ ജനസംഖ്യ എന്നേ ഇല്ലാതാകേണ്ടതായിരുന്നു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ എന്നുള്ള രാജ്യം അവിടെ തന്നെയുണ്ട്, അവിടുത്തെ ജനങ്ങളും അവിടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉയർത്താം, ഇപ്പോൾ ജപ്പാനിലെ പോപ്പുലേഷൻ കുറയുന്നുണ്ടല്ലോ എന്ന്. അത് സോയ കഴിച്ച് പുരുഷന്മാർ ഫെമിനിൻ ആയതുകൊണ്ടല്ല ജപ്പാനിലെ പോപ്പുലേഷൻ കുറയുന്നത്. അത് ഫെമിനിസം എന്ന ഒരു ആശയം കൊണ്ടാണ് ജപ്പാനിലെ പോപ്പുലേഷൻ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം എന്തെന്നാൽ ജപ്പാൻ പുരുഷന്മാർക്ക് മറ്റെല്ലാ രാജ്യങ്ങളിലുള്ള പുരുഷന്മാരെ പോലെ പുരുഷത്വം ഉണ്ട്. ഞാൻ 2 ചരിത്ര സംഭവങ്ങൾ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതായത് ജംഗിസ് ഖാന്റെ മകൻ 2 തവണ ജപ്പാൻ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു. 2 തവണയും പരാജയപ്പെട്ടു. അപ്പോൾ നിരന്തരം സോയ കഴിക്കുന്ന ജപ്പാൻ പുരുഷന്മാർ ഫെമിനിനായി മാറിയെങ്കിൽ ജംഗിസ് ഖാന്റെ മകന് ജപ്പാൻ കീഴടക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഈ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി ഒരു വീഡിയോ ഗെയിം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് തുഷിമ എന്നാണ് ആ വീഡിയോ ഗെയിമിൻ്റെ പേര്. രണ്ടാമത്തെ ചരിത്ര സംഭവം 2ാം ലോക മഹായുദ്ധ സമയത്തുള്ള ജപ്പാനാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോയ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ജപ്പാൻ പുരുഷന്മാർ ഒരിക്കലും ഫെമിനിനായിട്ട് മാറിയിട്ടില്ല. അവർക്ക് മസിലുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, ജൂഡോ, സൂമോ പോലുള്ള കഠിന സ്പോർട്സിൽ അവർ മത്സരിക്കും, അവർ മാർഷൽ ആർട്സ് ചെയ്യും. അതായത് ജപ്പാൻ പുരുഷന്മാർ ഇന്നും പുരുഷന്മാരായിട്ട് തന്നെയാണ് തുടരുന്നത്. സോയയെക്കുറിച്ചുള്ള ഭയം വന്നത് ഒരു തരത്തിലുള്ള സ്റ്റഡിയിൽ നിന്നാണ്. 1990കളിൽ എലികൾക്ക് വളരെ വലിയ ഡോസ് സോയ ഐസോഫ്ലോവിൻസ് നൽകി. ഒരു മനുഷ്യൻ പ്രതിദിനം 20 കിലോ ടോഫു കഴിക്കുന്നതിന് തുല്യമായ സോയ ഐസോഫ്ലോവിൻസ് ആണ് എലികൾക്ക് നൽകിയത്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും 20 കിലോ ടോഫു കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ അളവിൽ എലികൾക്ക് സോയ ഐസോഫ്ലോവിൻസ് നൽകിയപ്പോൾ ഈ പറയുന്നത് പോലുള്ള ആണെലികൾ ഫെമിനിനായിട്ട് മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെയും അളവ് നിങ്ങൾ നോക്കണം, 20 കിലോ ടോഫു ആണ്. 41 ക്ലിനിക്കൽ സ്റ്റഡികൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് സോയ പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്നില്ല എന്നാണ്. 0 ആണ്. അതായത് 41 സ്റ്റഡികളിലും
ഒരു സ്റ്റഡികളിൽ പോലും ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്നുണ്ടെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ചിലർ ജപ്പാൻ പുരുഷന്മാരെ സോഫ്റ്റ് എന്ന് കരുതുന്നു? അത് ഹോർമോണിൻ്റെ കാര്യമല്ല, അത് സംസ്കാരത്തിൻ്റെ കാര്യമാണ്. ജപ്പാൻ സംസ്കാരം വിനയം, നിയന്ത്രണം എന്നിവ വിലമതിക്കുന്നു. അതായത് നിങ്ങൾ ജപ്പാനിൽ പോകുമ്പോൾ ഒരു ജപ്പാൻകാരൻ നിങ്ങളടുത്ത് വിനയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ സോയ കഴിച്ച് ഫെമിനിൻ ആയതുകൊണ്ടല്ല. ജപ്പാൻകാരുടെ വിനയം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇനി ഏതെങ്കിലും കാർണിവോറ് മിത്ത് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇറച്ചി മാത്രം തിന്ന് ജീവിക്കണമെന്ന് പ്രചരിപ്പിക്കുന്ന ഈ മിത്ത് പ്രചരിപ്പിക്കുന്നവന്മാർ ജപ്പാനിൽ പോകുമ്പോൾ ജപ്പാൻ പുരുഷൻ തൻ്റെ മുമ്പിൽ തല കുനിച്ച് വിനയം കാണിക്കുമ്പോൾ ഈ കാർണിവോർ, അതായത് ഇറച്ചി മാത്രം തിന്ന് ജീവിക്കണമെന്നുള്ള വിഡ്ഢിത്തം വിളമ്പുന്നവന്മാർ പറയും, കണ്ടില്ലേ ജപ്പാൻ പുരുഷൻ എൻ്റെ മുമ്പിൽ തല കുനിച്ച് വിനയം കാണിക്കുന്നു, അത് അയാൾ സോയ കഴിച്ചുകൊണ്ടായിരിക്കും ഈ മണ്ടബുദ്ധികൾ വിശ്വസിക്കുന്നത്. ജപ്പാൻ പുരുഷന്മാർ നിങ്ങളുടെ മുമ്പിൽ പൊളൈറ്റായിട്ട് പെരുമാറി എന്നതിനർത്ഥം അവർ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള ഫെമിനിനായ പുരുഷന്മാർ ആണെന്നല്ല, അത് അവരുടെ സംസ്കാരമാണെന്നുള്ള സത്യമാണ് ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത്. ജപ്പാനിൽ സോയ ഏറ്റവും കൂടുതലായി കഴിക്കുന്നവർ ബുദ്ധ സന്യാസികളും സുമോ ഗുസ്തിക്കാരുമാണ്. ബുദ്ധ സന്യാസിമാർക്ക് സമാധാനം, സുമോ ഗുസ്തിക്കാർക്ക് ശക്തി. അപ്പോൾ ശക്തി വേണ്ടവരും സമാധാനം വേണ്ടവരും ഒരുപോലെ സോയ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നു. ജപ്പാനിലെ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിസ്ക് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ 50% കുറവാണ്. കാരണം പാശ്ചാത്യ രാജ്യത്തുള്ള പുരുഷന്മാർ എല്ലാ ദിവസവും വളരെ വലിയ അളവിൽ മാംസം കഴിക്കുന്നു. എന്നാൽ ജപ്പാനിലുള്ള പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ മാംസത്തിൻ്റെ ഉപയോഗം കുറവായതുകൊണ്ടാണ് 50% പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിസ്ക് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ജപ്പാനിൽ കുറവ്. അതുപോലെ പുരുഷന്മാരുടെ ഉദ്ധാരണക്കുറവ്, അതിൽ അമേരിക്കയേക്കാൾ കുറവാണ് ജപ്പാനിൽ. അതായത് ജപ്പാൻകാർ കൂടുതൽ സോയ കഴിക്കുന്നു. സോയ കഴിച്ച് ജപ്പാൻ പുരുഷന്മാർ ഫെമിനിൻ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്ധാരണക്കുറവ് ഉണ്ടാവേണ്ടത് ജപ്പാനിലുള്ള പുരുഷന്മാർക്കാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദിവസവും മാംസാഹാരം കഴിക്കുന്ന അമേരിക്കൻ പുരുഷന്മാരെക്കാൾ കുറവാണ് ജപ്പാനിലുള്ള പുരുഷന്മാരുടെ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. 1000 വർഷമായി ജപ്പാൻകാർ സോയ കഴിക്കുന്നു. സോയ കഴിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്നുണ്ടെങ്കിൽ 900 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ എന്നുള്ള രാജ്യം ഒരു ആൾതാമസമില്ലാത്ത വെറും ദ്വീപായിട്ട് മാറിക്കഴിഞ്ഞേനെ. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്, സോയ കഴിച്ച് നിങ്ങൾ ഫെമിനിനായിട്ട് മാറണമെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ കിലോ കണക്കിന് സോയ കഴിക്കണം. പിന്നെ ചില സ്റ്റഡികളിൽ കണ്ടെത്തിയിട്ടുള്ളത് ഓരോ ദിവസവും 2.5 മുതൽ 3 ലിറ്റർ സോയാ പാല് വർഷങ്ങളായിട്ട് കുടിച്ച വയസ്സായ നല്ല പ്രായമായ ചില പുരുഷന്മാർക്ക് ഈ മാൻ ബൂബ്, അതായത് ഈ സ്ത്രീകളെ പോലെ ബ്രസ്റ്റ് ടിഷ്യൂ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ സോയാ പാല് ഓരോ ദിവസവും കുടിക്കുന്നത് തന്നെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ റിസൾട്ട് മൊത്തം വന്നിരിക്കുന്നത് വയസ്സായ പുരുഷന്മാരിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുരുഷന്മാരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോൺ കുറയും. അപ്പോൾ പ്രായമായ പുരുഷന്മാരിൽ ഓൾറെഡി ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വരുന്നു. അതിൻ്റെ കൂടെ 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ സോയയും കൂടെ കുടിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. എന്തായാലും സാമാന്യ ബോധമുള്ള ആരും ഒരു ദിവസം 2.5 മുതൽ 3 ലിറ്റർ സോയാ പാലൊന്നും കുടിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സോയ കഴിച്ച് നിങ്ങൾ ഫെമിനിൻ ആവണമെങ്കിൽ നിങ്ങൾ കിലോ കണക്കിന് സോയ ദിവസവും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കാർണിവോറ് മിത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ട് സോയ നിങ്ങൾ ഒഴിവാക്കുന്ന ആളാണോ, അല്ലെങ്കിൽ സോയ കഴിക്കാൻ നിങ്ങൾ പേടിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് വരെ പേടിച്ചിരുന്ന ഒരാളാണോ, എങ്കിൽ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അയയ്ക്കുക. നിങ്ങൾക്ക് സോയ കഴിക്കാൻ പേടിയുണ്ടോ, പേടിയില്ലേ, ആ കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോയയെ പേടിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഭക്ഷണം, അതായത് പ്രോട്ടീൻ വാങ്ങാൻ കയ്യിൽ വലിയ പൈസ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സോയ അവർ
ഈ കാർണിവോർ ഇറച്ചി മാത്രം തിന്ന് ജീവിക്കണമെന്നുള്ള മിത്ത് പ്രചരിപ്പിക്കുന്നവന്മാർ കാരണം പണമില്ലാതെ ഒരുപാട് ആളുകൾ വർക്കൗട്ട് പെർഫോമൻസ് കുറയുന്നു, അല്ലെങ്കിൽ പണം ഇല്ലാത്തത് കൊണ്ട് പോലും വർക്കൗട്ട് ചെയ്യാതെ നിൽക്കുന്നു. അവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും.